കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ചോദിക്കാനും പറയാനും ആരില്ല എന്നുള്ളതായിരുന്നല്ലോ എല്ലാവരുടെയും ഒരു ടെൻഷന്. അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് 3 ഭാരവാഹികൾ പുതുതായിട്ട് ഇന്നതാ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ കൂട്ടത്തിലോട്ട് നമ്മുടെ സോനം വാങ്ചുക്കിനെ പോലത്തെ മറ്റ് പ്രമുഖ ആളുകൾ, അതായത് പ്രമുഖർ തന്നെ പറയണം. കാരണം BJP പേടിക്കുന്ന പ്രമുഖർ, കാരണം BJP-നെ അല്ലെങ്കിൽ BJP കാണിക്കുന്ന ചെറ്റത്തരങ്ങൾക്കെതിരെ സംസാരിച്ച് ജയിലിൽ പോകേണ്ടി വന്ന സോനത്തിനെ പോലത്തെ അല്ലെങ്കിൽ സോനം വാങ്ചുക്കിനെ പോലത്തെ പ്രമുഖരും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ചിട്ട്. കാരണം അഭിജിത്ത് ദീപ്കെ 6-ാം തീയതി നാട്ടിലോട്ട് വരികയാണ്. വരുന്ന സമയത്ത് തന്നെ പുള്ളിനെ കസ്റ്റഡിയിലെടുക്കും, അതായത് കരുതൽ തടങ്കലിലോട്ട് എടുക്കും എന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതായത് പുള്ളി വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ കലാപം ഉണ്ടാവും എന്നാണ് പറയുന്നത്. കലാപം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞത് ഈ അഭിജിത്ത് അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി BJP കാണിക്കുന്ന ചെറ്റത്തരങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘികളെ പറ്റിക്കുന്ന പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ പറ്റിക്കുന്ന സംഘികൾ അവന്മാർ തല തിരിയാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ കരുതൽ തടങ്കലിൽ നമ്മുടെ അഭിജിത്ത് ദീപ്കേനെ വെക്കും. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഇപ്പം 3 ഭാരവാഹികളെയാണ് ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ള. അവരുടെ ഒരു പ്രസ് കോൺഫറൻസിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളില്ല, നമുക്കത് പറയാം. പക്ഷെ ആരൊക്കെയാണ് ഇവരെന്ന് നോക്കാം. സൗരവ് ദാസ് ആണ് ആദ്യത്തെ ആള്, ഇവരുടെ ചീഫ് സ്പോക്ക് പേഴ്സൺ ആണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ് സൗരവ് ദാസ്. ഇനി രണ്ടാമത്തെ ആളാണ് വിജേത ധയ്യ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരാളാണ്, റൈറ്ററാണ്, ഫിലിം മേക്കറാണ്, യൂട്യൂബറാണ് ആൻഡ് കണ്ടന്റ് ക്രിയേറ്ററും കൂടാണ് രണ്ടാമത്തെ ആള്. ഈ മീഡിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ആള് IIT കാൺപൂരത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, അശുതോഷ് രംഖ എന്നുള്ളതാണ് അയാളുടെ പേര്. ഇത് 3rd സ്പോക്ക് പേഴ്സൺ ആണ്. അടുത്ത് മറ്റൊരു സ്പോക്ക് പേഴ്സൺ ആണ്. പുള്ളി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും അതുപോലെ തന്നെ IIT കാൺപൂരിലൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ടുള്ള മറ്റൊരു ആക്ടിവിസ്റ്റാണ്. ഈ 3 പേരുണ്ട്. പിന്നെ സോനം വാങ്ചുക്ക് ഉണ്ട്. പുള്ളി ഒരു എക്സ്പേർട്ട് സപ്പോർട്ടാണ് ഇപ്പം ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പത്രസമ്മേളനം ഇന്നുണ്ടായിരുന്നു. അപ്പോൾ അവരതിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം 6-ാം തീയതി അഭിജിത്ത് ദീപ്കെ വരുന്ന സമയത്ത് ഉറപ്പാണ് കേന്ദ്ര സർക്കാർ മൂട്ടിൽ അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ പേടിച്ചിട്ട്, കോക്രോച്ച് ജനതാ പാർട്ടിനെ പേടിച്ച്. അതുകൊണ്ട് പുള്ളിനെ ഒരു കരുതൽ തടങ്കലിലോട്ട് ഇടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഒരാളെ പ്രത്യേകിച്ച് ഒരു കേസും ഇല്ലാതെ കസ്റ്റഡിയിൽ എടുക്കാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കരുതൽ തടങ്കലിലോട്ട് ഇടാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ 24 hours, അതല്ലെങ്കിൽ 3 മാസം പിന്നെ 12 മാസം എന്നൊക്കെ പറഞ്ഞിട്ടില്ലാത്ത കുറ്റങ്ങളും കേസുകളൊക്കെ മേലിട്ടിട്ട്, അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇല്ലാത്ത പരിപാടികൾ പറഞ്ഞിട്ട് ഇടാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ നിയമം BNS പ്രകാരം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ പ്രോഫിറ്റൊന്നും ചിന്തിക്കാത്ത ഒരു കമ്മിറ്റിയാണ്. അതിൽ 3 ഭാരവാഹികളാണ് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 3 പേരാണ് ഇതിൻ്റെ സ്ഥാനത്തോട്ട് വന്നിട്ടുള്ളത്. രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായിട്ട് രാജിവെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രസ്താവന. അവരുടെ ഇത്രയും ദിവസത്തെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗം തന്നെ അത് തന്നെ ആയിരുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ഏകദേശം 8 ലക്ഷത്തോളം ആളുകളാണ് ഈ ഒരു ഒപ്പിട്ട നിവേദനം. അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇയാൾ, അതായത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളൊരു ഫോം അതിലുണ്ട്. അപ്പോൾ 8 ലക്ഷം ആളുകളാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 8 ലക്ഷം ആളുകൾ, 8 ലക്ഷം. അപ്പോൾ ഇത്രയും ആളുകൾ ഒപ്പിട്ടൊരു നിവേദനം അതിലുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് യാതൊരു മറുപടിയും ഉത്തരവാദിത്വവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ് നമുക്കറിയാം. ആകെ നമ്മുടെ മോദിജിയുടെ സർക്കാർ ചെയ്തിട്ടുള്ളത് ഇതിലെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ CBSE എക്സാമിൻ്റെ ചോർത്തലിൻ്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ നീറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ആളുകളെ സ്ഥലം മാറ്റി കൊടുത്തിട്ടുണ്ട്. വലിയ സംഭവമാണ്. ഇവിടെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കിയിട്ടുള്ള ആളുകൾക്ക് എന്താ ഉണ്ടായിട്ടുള്ളത്? അതിൻ്റെ ഭാരവാഹികളെ സ്ഥലം മാറ്റി കൊടുത്തിട്ടുണ്ട്. കേൾക്കുമ്പം തന്നെ ചിരി വരുമ്പോൾ അതിന് ഓളകളാണല്ലോ രാജ്യം ഭരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ. അതാണ് രണ്ടാമത്തെ ഒരു ആവശ്യം ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നീറ്റ് എക്സാം ചോദ്യപേപ്പർ ചോർച്ച, അതുപോലെ CBSE പരീക്ഷയിലെ ക്രമക്കേടുകൾ, പിന്നെ CUAT
അതുപോലെ തന്നെ SSG GD തുടങ്ങിയ വലിയ പരീക്ഷകളിലെ അഴിമതികൾ എന്നിവ കാരണം രാജ്യത്തെ ഏകദേശം 1 കോടിയോളം യുവാക്കളുടെ ഭാവി പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നും കൂടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കറക്റ്റാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഇത്തരത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഇത്തരത്തിലുള്ള എക്സാമുകൾ കംപ്ലീറ്റ്ലി ഹൈജാക്ക് ചെയ്ത് പോയിട്ട് അല്ലെങ്കിൽ സ്കാം ആയി പോയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ചുക്കാൻ പിടിക്കുന്നത് BJPയുടെ നേതാക്കളും അല്ലെങ്കിൽ അവർ നിയമിച്ചിട്ടുള്ള ഇത്തരം ബോർഡുകളുടെ ഹെഡ് ചെയ്യുന്ന ആളുകളുമാണ് ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു വിലയില്ല, ചോദ്യം ചെയ്യുന്നവനൊരു വിലയില്ല. അല്ലെങ്കിൽ മോദിയുടെ കൂട്ടരുടെയും കോൺഫിഡൻസ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദ്യം ചെയ്തോ, അട്ടിമറിക്കാൻ ഞങ്ങൾക്കറിയാം. അത് തെരഞ്ഞെടുപ്പാണെങ്കിലും കോടതികളാണെങ്കിലും ED ആണെങ്കിലും ഞങ്ങൾ അട്ടിമറിക്കും. പിന്നെ ഞങ്ങൾ ആരെ പേടിക്കണം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ആളുകളാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും യുവാക്കൾ ഇപ്പോൾ നിരത്തിലോട്ട് ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പിന്നെ ഒരു കാര്യം സംസാരിച്ചിട്ടുള്ളത്. പിന്നെ അതായത് ഇപ്പം 6-ാം തീയതി നമുക്കറിയാം നടക്കാൻ പോകുന്നത്. ആൾ വരും, ആളെ ജയിലിലോട്ട് അടയ്ക്കുമായിരിക്കും. പക്ഷേ ജന്തർ മന്ദറിൽ എന്താണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവിടെ എത്തിച്ചേരുകയും ചെയ്യും. അവർ അവിടെ വലിയ രീതിയിലൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതിൻ്റെ തുടർ സമര പരിപാടികളെ പറ്റി പറഞ്ഞിട്ടുള്ളത് നിലവിലുള്ള ഈ വ്യവസ്ഥിതിയെ, അതായത് ജൂൺ 6 ശനിയാഴ്ച ഡൽഹിയിൽ ഒരു സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ വ്യവസ്ഥിതികൾക്കെതിരെ. അതുമാത്രമല്ല ജൂൺ 6 രാവിലെ 8 മണിക്കാണ് അഭിജിത്ത് ദീപ്കെ ഡൽഹി എയർപോർട്ടിൽ എത്തുന്നത്. അവിടെ നിന്നും പിന്തുണയ്ക്കുന്നവരും സമൂഹ പ്രവർത്തകരായിട്ടുള്ള സോനം വാങ്ചുക്കിനെ പോലത്തെ ആളുകളും കൂടിച്ചേർന്ന് ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അനുമതിക്കായിട്ട് പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകും. അതായത് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ അവർ പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലോട്ട് പോകും. അവിടുന്ന് ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു അനുമതി, സമാധാനപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റിന് അനുമതി തേടുമെന്നാണ് പറഞ്ഞത്. അത് കിട്ടില്ല എന്നുള്ളത് അവർക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ മൂട്ടിൽ തീ വെച്ചിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുമാത്രമല്ല പാർട്ടി ബാനറുകളോ ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിന് ഭാഗമാകണമെന്ന്, അതായത് എല്ലാ യുവാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ സമരത്തിൻ്റെ ഭാഗമാകാം. അവിടെ ഫ്ലെക്സുകളും കൊടിത്തോരണങ്ങളും അല്ലെങ്കിൽ മറ്റ് നേതാക്കളുടെ ചിത്രങ്ങളും അതല്ലെങ്കിൽ കോടികളും ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട. സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് നിങ്ങൾക്ക് അവിടെ വരാം. പാർട്ടി ഫണ്ട് പിരിവോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായിരിക്കില്ല എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമാണ് അവരുടെ കാര്യങ്ങൾ. അവർ പറഞ്ഞ കാര്യങ്ങൾ ഈ 3 പേരാണ് അതിനിപ്പം ഇന്ത്യയിലെ ഭാരവാഹികളായിട്ടുള്ളത്. പിന്നെ ഫൗണ്ടറായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ. ഇത്രയും പേരാണ് ഇതിൻ്റെ ഇപ്പം ഒരു പൊസിഷനിലോട്ട് ഇരിക്കുന്ന ആളുകൾ. അപ്പം നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞ പോലെ ഇതൊരു പാർട്ടി ആരാണ് എന്താണെന്ന് പോലും അറിയില്ല, അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയില്ല, ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല എന്നുള്ള സംശയമൊക്കെ മാറ്റി വെച്ചോളൂ. ഇവരാണ് ഇതിൻ്റെ സ്പോക്ക് പേഴ്സൺസ്, ഭാരവാഹികളായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല ഇവർ ആരൊക്കെയാണെന്നുള്ളത്. അപ്പം ഇന്ത്യയിലെ മറ്റ് ഏകദേശം 2,20,00,000 ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്ത്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ ഫോളോ ചെയ്യുന്നവരും അതല്ലാണ്ട് മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതിനുണ്ട്. എന്തുകൊണ്ടാണ് മടിയിൽ നല്ല രീതിയിൽ കനമുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഇവരെ പേടി, ഇവരുടെ മൂവ്മെൻറ്റിൻ്റെ പേടി. അപ്പം എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. നാളെ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി, അതായത് 6-ാം തീയതിയാണ് ഈ ഒരു കാര്യം നടക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും വെയിറ്റ് ആൻഡ് സീ.